ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹംടെക് ഗ്രാഫിക്സ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പരിവഹൻ എന്ന ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നോക്കാം. നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ ഇനി കയ്യിൽ വെക്കേണ്ട, പകരം അവ പരിവഹൻ എന്ന മൊബൈൽ ആപ്ലിക്കേഷനിൽ സ്റ്റോർ ചെയ്താൽ മതി. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പരിവഹൻ എന്ന ആപ്ലിക്കേഷൻ നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് നമ്മളുടെ ഫോണിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് പരിവഹൻ എന്ന് സെർച്ച് ചെയ്യണം. റെഡ് കളർ ഐക്കണോട് കൂടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. എന്നിട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലാംഗ്വേജ് ചൂസ് ചെയ്യാനായിട്ട് വരും, ഹിന്ദി ഓർ ഇംഗ്ലീഷ്. ആ ലാംഗ്വേജ് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു ഡയലോഗ് ബോക്സ് വരും. കോവിഡിനെ കുറിച്ചും അതുപോലെ ആരോഗ്യ സേതുവിനെ കുറിച്ചും സംബന്ധിച്ച ഒരു ഡയലോഗ് ബോക്സ് വരും. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷൻ വരും. അതായത് ഫെബ്രുവരി മുതൽ കാലാവധി തീരുന്ന ട്രാഫിക് രേഖകൾ ഡിസംബർ വരെ അതിന് വാലിഡിറ്റി ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും. ഇത് രണ്ടും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പരിവഹൻ ആപ്ലിക്കേഷൻ്റെ ഹോം സ്ക്രീനിലേക്ക് ചെല്ലും. ഇതാണ് പരിവഹൻ എന്ന ആപ്ലിക്കേഷൻ്റെ ഹോം പേജ്. മുകളിൽ ഇടതുവശത്തായിട്ട് RCDL എന്ന് കാണാം. ഇതാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയും ഷോർട്ട് ഫോമാണിത്. അതിൻ്റെ വലതുവശത്തായിട്ട് എൻ്റർ RC നമ്പർ ടു ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് കാണാം. ഇവിടെ നമ്മളുടെ വണ്ടിയുടെ RC നമ്പർ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സെർച്ച് ബട്ടൺ ഞെക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. തൊട്ട് താഴെയായിട്ട് ആഡ് ടു ഡാഷ് ബോർഡ് ഫോർ വിർച്വൽ RC എന്ന ബട്ടണിൽ അമർത്തുക. അപ്പോൾ നമുക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള ഒരു ബോക്സ് വരും. ഇതിൽ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവർക്കാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അപ്പോൾ നമ്മൾ സൈൻ അപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരും. അത് അക്സെപ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്ത ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP വരുന്ന നമ്പർ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് സൈനപ്പ് ചെയ്യാനുള്ളത് വരും. ഇതിൽ നമ്മളുടെ പേര് അടിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ആ സ്ക്രീനിൽ കാണും. പേര് അടിച്ചു കൊടുത്തതിന് ശേഷം സൈനപ്പ് ചെയ്യുക. അപ്പം നമ്മൾ ഫസ്റ്റ് കയറിയ ആ ഒരു ഹോം പേജിലേക്ക് തന്നെ തിരികെ ചെല്ലും. ഈ ഒരു സ്ക്രീനിൽ താഴെയായിട്ട് നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത വണ്ടിയുടെ നമ്പരും നമ്മളുടെ പേരും കാണാൻ കഴിയും. അതിന് വലതുവശത്തായിട്ട് ഒരു ആരോ മാർക്ക് ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും. താഴെയായിട്ട് ആഡ് ടു ഡാഷ്ബോർഡ് ഫോർ വിർച്വൽ RC എന്ന ഒരു ബട്ടൺ വരും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ RC വെരിഫൈ ചെയ്യാനായിട്ട് വരും. ഇതിലേക്ക് നമ്മളുടെ വണ്ടിയുടെ ഷാസി നമ്പറും എൻജിൻ നമ്പറും ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. RC ബുക്ക് നോക്കി അവസാനത്തെ 4 അക്കങ്ങൾ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. രണ്ടിൻ്റെയും അവസാന 4 അക്കങ്ങൾ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ശേഷം വെരിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ വിർച്വൽ RC റെഡിയാകും. ഇതിന് ശേഷം ഡാഷ്ബോർഡിൽ മുകളിലായിട്ട് കാണുന്ന ഡാഷ്ബോർഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വിർച്വൽ RC കിട്ടുന്നതാണ്. മുകളിലായിട്ട് ഡാഷ്ബോർഡ് ഉണ്ട്. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് വിർച്വൽ RC ലഭിക്കുന്നതാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു QR കോഡ് കിട്ടും. ആ QR കോഡ് സ്ക്രീൻഷോട്ട് എടുത്ത് പ്രിൻ്റ് ചെയ്ത് നമ്മളുടെ വണ്ടിയിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പരിശോധന സമയത്ത് ഉദ്യോഗസ്ഥർക്ക് ഇത് സ്കാൻ ചെയ്ത് ഇതിൽ നിന്ന് ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഹോം സ്ക്രീനിലെ DL എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ വലതുവശത്തായിട്ട് എൻ്റർ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ടു ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളിടത്ത് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ തെറ്റാതെ ഗ്യാപ്പ് ഇടാണ്ട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം സെർച്ച് ബട്ടണിൽ പ്രസ് ചെയ്യുക.
ശേഷം വരുന്ന സ്ക്രീനിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിലെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അതിൻ്റെ താഴെയായിട്ട് ആഡ് ടു ഡാഷ്ബോർഡ് ഫോർ വിർച്വൽ DL എന്നതിൽ പ്രസ് ചെയ്യുക. ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നുകൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ് റെഡിയായി. ശേഷം മുകളിലെ ഡാഷ്ബോർഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിർച്വൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു QR കോഡ് തെളിഞ്ഞു വരും. ഇത് നേരത്തെ പോലെ തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ വണ്ടിയിൽ ഒട്ടിച്ചു വെച്ചിരുന്നാൽ മതി. ഒരു മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത Mparivahan എന്ന ആപ്പിൽ സ്വന്തം പേരിലോ സ്വന്തം ഉപയോഗത്തിലോ ഉള്ള എത്ര വാഹനങ്ങളുടെയും ഡീറ്റെയിൽസ് ആഡ് ചെയ്യാവുന്നതാണ്. അതായത് ഭാര്യയുടെ പേരിലുള്ള വാഹനം ഭർത്താവ് ഓടിക്കുമ്പോൾ കാണിക്കുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ മൊബൈലിലും വിർച്വൽ ആർച്ച് ചേർക്കാം. അതുപോലെ തന്നെ ഒരേ വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ലൈസൻസിൻ്റെ വിവരങ്ങൾ ഒന്നിലധികം മൊബൈലിലും ചേർക്കാവുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ ഡോക്യുമെൻറ്റ്സ് ഒന്നും നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ആപ്ലിക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ മതി. അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ടോപ്പിക്കുമായി കാണാം. ബൈ.